വിശുദ്ധ ചാവറ പിതാവ് താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ചുറ്റും നിന്നിരുന്ന കൂടപ്പിറപ്പുകളോട് പറയുണ്ടായി, മക്കളെ, നിങ്ങൾ വിഷമിക്കല്ലേ. ഞാൻ ഇന്നോളം മാമോദിസ കിട്ടിയ പ്രസാദനം നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി നിന്ന ആ ശിഷ്യഗണത്തോട് ചാവറ പിതാവ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കുക. ലോകമെമ്പാടും സക്രാരിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക. ഈശോയുടെ തിരുവിലാവുന്ന ഒരു തിരുരക്തം നിങ്ങൾ ആവോളം പാനം ചെയ്യുക. 3 കാര്യങ്ങളാണ് ചാവറ പിതാവ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളിലുള്ള വരപ്രസാദം നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് പറഞ്ഞു വെക്കുന്ന നിർദ്ദേശങ്ങൾ. അതെ, തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കണം. അവിടെ യൗസേപ്പ് പിതാവും മാതാവും അവരുടെ മധ്യ ഈശോയും ഉണ്ടായിരുന്നതാണ്. ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് യൗസേപ്പ് പിതാവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം. യൗസേപ്പ് പിതാവിനോട് നല്ല ഭക്തിയുള്ള വ്യക്തിയായിരുന്നു ചാവറ പിതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ആശ്രമങ്ങളും സ്ഥാപിച്ചപ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലാണ് ആശ്രമങ്ങൾ സ്ഥാപിച്ചത്. മറ്റൊന്ന് നമുക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ചാവറ പിതാവിൻ്റെത്. അന്ന് കൊടുവച്ചൂർ മുത്തിക്ക് മുമ്പിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ആ കുഞ്ഞു പൈതലിനെ സമർപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വികാരിച്ചും പറയുകയുണ്ടായി, ആ കുഞ്ഞ് നിങ്ങളുടേതല്ല കേട്ടോ, അത് പരിശുദ്ധ അമ്മയുടേതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച ഒരു മകനായിരുന്നു ചാവറ പിതാവ്. നമുക്ക് സാധിക്കട്ടെ ഇന്ന് ദിവസം നമ്മൾ തന്നെ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കാം. അതോടൊപ്പം ലോകമെമ്പാടും സക്രാരിൽ എഴുന്നള്ളിക്കുന്ന ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാം. അതോടൊപ്പം തന്നെ ഈശോയുടെ തിരുവിലാവുന്ന ഒരു തിരുരക്തം, തിരുജലം നമുക്ക് ആവോളം പാനം ചെയ്യാനും സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.